മോളെ, വന്ന് കേറിയപ്പോ നീ എന്നോട് പറഞ്ഞതൊക്കെ നേര് തന്നെയല്ലേ? നിനക്കവിടെ സന്തോഷം തന്നല്ലേ? കണ്ടോ കണ്ടോ, പൊരുത്തം നോക്കാതെ കല്യാണം നടത്തിയോണ്ടാണോ അവക്ക് ഈ ഗതി വന്നേന്ന് നോക്കാന്ന് വെച്ചപ്പം അതിനും കയറി ഉടക്ക് വെക്കുന്ന കണ്ടില്ലേ? നമുക്കിടയിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ അമ്മ അറിയാതെ നമുക്ക് തന്നെ തീർക്കാം. പ്ലീസ്. മായേ, മോളെ, മായ മോളെ, മോളെ മായേ, വാതില് തുറക്ക്. മോളെ, തലവേദന സഹിക്കാൻ പറ്റുന്നില്ലമ്മേ. ഞാനൊന്ന് കിടന്നു. എന്താ കുട്ടി നിനക്ക് പറ്റിയത്? ദേ, ഈ ചായ ചൂടോടെ കുടിച്ചിട്ട് ഇത്തിരി നേരം ശീലം നനച്ചിട്ട് കിടന്നേ. എന്നിട്ടും കുറവില്ലെങ്കിൽ നമുക്ക് ലതയുടെ ക്ലിനിക്കിൽ പോവാം. അവിടെ ഇരുന്ന് ചായ കുടിക്കേ. ദേ, മാമ്പഴം ചക്കരമാവിന്റെയാ. നിനക്ക് തരാനായി വേറെ കൊണ്ടുവന്നതാ. നിന്നെ കാണാത്ത വിഷമത്തില് അത് അമ്മയങ്ങ് ഏട്ടന് കൊടുത്തു. മോളെ, അമ്മയൊരു കാര്യം ചോദിച്ചാ മോള് സത്യം പറയുവോ? ഇതാ ഇപ്പൊ നന്നായി. അമ്മയ്ക്ക് ഇനി എന്നെ വിശ്വാസമായില്ലേ? എന്താന്ന് ചോദിക്കമ്മേ. മോളെ, വന്ന് കേറിയപ്പോ നീ എന്നോട് പറഞ്ഞതൊക്കെ നേര് തന്നെയല്ലേ? നിനക്കവിടെ സന്തോഷം തന്നല്ലേ? അമ്മ എന്താ ഇങ്ങനെ ചോദിക്കാൻ? അല്ല, അത് വേണു അവനിവിടെ വന്നിരുന്നു. അവൻ എന്തൊക്കെയോ പറഞ്ഞു. അപ്പുവിനെ കണ്ടെന്നോ കശപിശയായെന്നോ. വേണുവിനോടുള്ള പക തീർക്കാൻ വേണ്ടിയാ നിന്നെ കല്യാണം കഴിച്ചതെന്ന് അപ്പു അവനോട് പറഞ്ഞത്രേ. അവന്റെ വാക്കുകളൊന്നും ഞാൻ മുഖവിലേക്ക് എടുത്തിട്ടില്ല. പക്ഷേ അവൻ വന്നു പോയേ പിന്നെ മനസ്സിന് വല്ലാത്തൊരാദി. അതുകൊണ്ടും കൂടിയാ അമ്മ അന്ന് മോളെ കാണാൻ വന്നത്. മായേ, അവൻ പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ മോളെ? ഇല്ലമ്മേ, ഒരു കാര്യമില്ല. അപ്പുവേട്ടന്റെ മനസ്സറിയാത്തോണ്ടാ വേണുവേട്ടൻ ഇങ്ങനെ പറഞ്ഞത്. അവിടെ അപ്പുവേട്ടനും മറ്റെല്ലാവരും എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുക. കുടുംബങ്ങളിൽ തമ്മിലുള്ള വിരോധമൊക്കെ എല്ലാരും മറന്നു തുടങ്ങി. വേണുവേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. അസൂയമ്മേ, വേറെന്താ? അവനവന്റെ കയ്യിലിരിപ്പുണ്ട് സ്വന്തം ജീവിതം താറുമാറായില്ലേ? മറ്റുള്ളവരും അങ്ങനെയായി കാണണമെന്നായിരിക്കും ആ അസുരവത്തിന്റെ ആഗ്രഹം. ഇനി അങ്ങനെ വല്ലതും പറഞ്ഞ് ഈ പടി കയറട്ടെ, ആട്ടി ഇറക്കും ഞാൻ. മോള് വിഷമിക്കണ്ട, അവനുള്ള ശിക്ഷ ഈശ്വരന്മാര് കൊടുത്തോളും. മോളെ, കുടിക്കാൻ ഇത്തിരി വെള്ളം ഇങ്ങ് എടുത്തേ. പോയ കാര്യം എന്തായി? പതിവ് പോലെ കൈമൾ അവിടെ ഇല്ല. കാലത്തെ ഏതോ VIP കാറ് കയറ്റിക്കൊണ്ട് പോയത്രേ. അങ്ങേരുടെ 6 മാസമായ പേരക്കുഞ്ഞിന്റെ ഭൂതവും ഭാവിയും ഗണിക്കാൻ. വന്ന് വന്ന് ജ്യോത്സ്യത്തിലുള്ള വിശ്വാസം ഒരു അന്ധവിശ്വാസമായി മാറുമെന്നാ തോന്നണേ. എന്തിനും ഏതിനും എവിടെയും ജ്യോത്സ്യന്മാർ വേണമെന്നായി.
പത്മം, മൃദുലയുടെ കാര്യത്തിൽ ഇനി ജ്യോത്സ്യന്മാരെ കൊണ്ടൊക്കെ നോക്കിച്ചിട്ട് എന്തിനാന്നാ ഞാൻ ആലോചിക്കണേ. കണ്ടോ കണ്ടോ, പൊരുത്തം നോക്കാതെ കല്യാണം നടത്തിയോണ്ടാണോ അവക്ക് ഈ ഗതി വന്നേന്ന് നോക്കാന്ന് വെച്ചപ്പം അതിനും കയറി ഉടക്ക് വെക്കുന്ന കണ്ടില്ലേ? നീ വെറുതെ വഴക്കുണ്ടാക്കണ്ട. കൈമളിന് ഏതായാലും വൈകിട്ട് പോയി കാണാം. മായ എവിടെ? എന്താ മായ തന്നാലേ തൊണ്ടയിൽ ഇറങ്ങത്തുള്ളോ? പത്മം, ആവശ്യത്തിനും അനാവശ്യത്തിനും മുള്ളും മൊനയും വെച്ച സംസാരം പാടില്ല എന്ന് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. നിന്നോട് ചോദിച്ചതിന് മാത്രം മറുപടി പറയാ. നീ ചെന്ന് മായ ഇങ്ങ് വിളിക്ക്. എന്താ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടോ? മായ ഇവിടെ ഇല്ല അച്ഛാ. ഇവിടെ ഇല്ലേ? അവള് പിന്നോടെ പോയി? അവളുടെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയെന്നോ? അതും തനിച്ച്? എന്താ എന്താ അവിടെ നടന്നേ? പറയടാ. എന്ത് കിടക്കാൻ? അവള് വീട്ടിലോട്ട് പൊയ്ക്കോട്ടെന്ന് ചോദിച്ചു. ഇഷ്ടം പോലെ ചെയ്തോളാം ഞാനും പറഞ്ഞു. അവള് സ്വന്തം ഇഷ്ടം ജീവിക്കട്ടെ. ഭാര്യയായാലും സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അടിച്ചേൽപ്പിക്കുന്നത് എന്റെ പ്രമാണം. പ്രമാണം മാനിച്ച് ജീവിക്കുന്ന ഒരു മകൻ. വിടുവായത്തരം കൊണ്ട് അച്ഛന്റെ കണ്ണിൽ പൊടിയിടാൻ മാത്രം നീ വളർന്നിട്ടില്ല മോനെ. മായമോള് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോവില്ല എന്ന് എനിക്ക് ഉറപ്പാ. അത് ഒരു വാക്ക് എന്നോട് ചോദിക്കാതെ. നിങ്ങളെല്ലാവരും കൂടി ആ പാവത്തിനെ ദ്രോഹിച്ചിറക്കി വിട്ടതാവാനേ തരുള്ളൂ. ശരിയാ, നിഷേധിക്കുന്നില്ല. അത് തന്നെയാ നടന്നത്. അവിടെ ആങ്ങളെ താലി കെട്ടിയ എന്റെ മോളിവിടെ നിൽക്കുകയില്ലേ? അതുപോലെ അവളും കുറച്ചാൾ അവിടെ നിൽക്കട്ടെ. മൃദുല അനുഭവിച്ച വേദന എന്താണെന്ന് ആ നെറുകെട്ടോളം ഒന്ന് അറിയട്ടെ. നിർത്തടി. തെമ്മാടിത്തരം കാട്ടുന്നതിന് ഒരു അതിരുണ്ട്. മൃദുലയുടെ അവസ്ഥ ഇങ്ങനെ ആയതിന് കാരണം വേണുവാ, മായയല്ല. അതിന്റെ പേരിൽ മായയെ കണ്ണീര് കുടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഭാര്യയും മക്കളുമാണെന്ന് കരുതി എന്ത് തോന്നിവാസം കാണിച്ചാലും വകവെച്ച് തരുമെന്ന് വിചാരിച്ചോ? അപ്പോ അവിടെ നിൽക്ക. ഇന്നലെ നീ എന്റെ നേരെ വിരൽ ചൂണ്ടിയതും ചങ്കിൽ തറയ്ക്കുന്ന വാക്കുകൾ പറഞ്ഞത് ക്ഷമിക്കാം, മറക്കാം. പക്ഷേ ഇത് ഞാൻ സമ്മതിച്ചു തരില്ല. മായ എന്റെ അനന്തരവളായതുകൊണ്ടല്ല പറയുന്നത്. അവള് നിന്റെ ഭാര്യ ആയതുകൊണ്ടാ. നീ കെട്ടിയ താലി മായയുടെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം അവൾ ഇവിടെയാ താമസിക്കേണ്ടത്. ചെന്ന് ഇപ്പൊ തന്നെ അവളെ വിളിച്ചോണ്ട് വാ. എടാ, നിന്റെ അച്ഛനാ പറയുന്നത്. അച്ഛൻ ക്ഷമിക്കണം, എനിക്കതിന് ബുദ്ധിമുട്ടുണ്ട്. ഓഹോ, വളർത്തി വലുതാക്കി അച്ഛന്റെ വാക്കനുസരിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ? ദുർവാശിയും തന്നിഷ്ടവും. അതിന്റെ മുന്നിൽ ബന്ധങ്ങൾക്കൊന്നും വിലയില്ല. എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. ഒന്നിനും ഒരു വിലങ്ങുതടിയാവാൻ ഇനി ഞാനില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചോളൂ. വയ്യ, മടുത്തു. മൃദുലേ, നീ ചെന്ന് അച്ഛന്റെ ഡ്രസ്സുകളും ബാഗും ഇങ്ങെടുക്ക്. ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറഞ്ഞത് ചെയ്താൽ മതി. വേണ്ട, അച്ഛൻ തോക്കണ്ട, എവിടേക്കും പോവും വേണ്ട. ഞാൻ തോറ്റുതരാം. പക്ഷെ ഒന്നുണ്ട്, ഇനിയെങ്കിലും മായ എന്നെ മാനിക്കാനും അനുസരിക്കാനും തയ്യാറായില്ലെങ്കിൽ ഒരു താലിച്ചരടിന്റെ പേരിൽ മാത്രമുള്ള ആ ബന്ധം എനിക്ക് വേർപെടുത്തേണ്ടി വരും. ആ, മായേ, ദേ അപ്പു വന്നു. ഇരിക്കും മോനെ, ഇരിക്കും.
നീ പറഞ്ഞതുപോലെ അപ്പു വേഗം തന്നെ ഇങ്ങ് വന്നു. കാറിന്റെ റിപ്പയറിംഗ് ഒക്കെ കഴിഞ്ഞോ മോനെ? ആ കഴിഞ്ഞു. പിന്നെ ഞാനിപ്പോ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാ. എന്താ മോനെ? അതെ അപ്പോട്ടാ, സംസാരമൊക്കെ പിന്നെ. അപ്പോട്ടെ വെയിൽ തോന്ന കണ്ടില്ലേ അമ്മേ? എന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് വാ. നിങ്ങൾ സംസാരിക്കുമ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. അപ്പോട്ടെ എന്തിനാ വന്നത്? നിന്നോടുള്ള പ്രേമം മൂത്തിട്ടൊന്നുമല്ല, അച്ഛനെ ബോധ്യപ്പെടുത്താൻ. രണ്ടിലൊന്ന് ഉടനെ തീരുമാനിക്കണമെന്നുള്ളതുകൊണ്ട്. അപ്പോട്ടിന് എന്ത് തീരുമാനം വേണേലും എടുത്തോളൂ. പക്ഷെ ഒരപേക്ഷയുണ്ട്. തൽക്കാലം അമ്മയൊന്നും അറിയിക്കരുത്. അവിടെ നിന്ന് ഇറക്കി വിട്ടതാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. അപ്പോട്ടിന് എന്നെ കൊണ്ടുവിടാൻ വരുമ്പോ കാറ് തകരാറിലായി വർക്ക്ഷോപ്പിൽ നിൽക്കുക എന്നാ പറഞ്ഞിരിക്കുന്നേ. എനിക്കവിടെ പരമസുഖം തന്നെയാണെന്നാ ഞാൻ അമ്മയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നേ. അമ്മ ആ ധാരണയോടെ സന്തോഷത്തോടെ കഴിഞ്ഞോട്ടെ. നിന്റെ അമ്മ അങ്ങനെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയണ്ടെന്നാണ് എന്റെ തീരുമാനമെങ്കിലോ? അരുത്, ഞാൻ അപ്പോട്ടിന്റെ കാല് പിടിക്കാം. ചതിക്കരുത്. അറിയാലോ, അമ്മയ്ക്കൊരു ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാ. അമ്മയ്ക്ക് ഇതൊന്നും താങ്ങാനാവില്ല അപ്പോട്ട. നമുക്കിടയിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ അമ്മ അറിയാതെ നമുക്ക് തന്നെ തീർക്കാം. പ്ലീസ്, എനിക്ക് എന്റെ അമ്മ നഷ്ടപ്പെടുന്ന സഹിക്കാനാവില്ല. നഷ്ടങ്ങൾ ആർക്കും സഹിക്കാനാവില്ല. ചിലർക്ക് പ്രിയപ്പെട്ടവരുടെ നഷ്ടം, ചിലർക്ക് മാനം, അന്തസ്, തറവാട്ട് മഹിമ. നിന്റെ ചേട്ടൻ കാരണം എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ പെങ്ങളുടെ ജീവിതം, പള്ളിക്കൽ തറവാടിന്റെ അഭിമാനം, നാട്ടുകാർക്ക് മുന്നിൽ വേണു നഷ്ടപ്പെടുത്തിയ എന്റെ അന്തസ്. അപ്പുവിന്റെ നഷ്ടങ്ങൾക്ക് ആര് മറുപടി പറയും? പ്ലീസ് സപ്പോർട്ട, നമുക്ക് വിഷയം പിന്നെ സംസാരിക്കാം. ഞാൻ വേണേ പുറത്തേക്ക് വരാം. വേണ്ട, ഇപ്പോ ഇവിടെ വെച്ച് തന്നെ സംസാരിച്ചൊരു ധാരണയിലാവണം. പറഞ്ഞല്ലോ, രണ്ടിലൊന്ന് തീരുമാനിക്കാനാണ് ഞാൻ വന്നത്. ഒന്നേ എനിക്കറിയാനുള്ളൂ, വേണുവിനെതിരെ മൊഴി കൊടുക്കാൻ നീ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ മാതൃകാ ദമ്പതികളെ പോലെ നമുക്കങ്ങ് പടിയിറങ്ങാം. അല്ലെങ്കിൽ എല്ലാം എനിക്ക് നിന്റെ അമ്മയോട് പറയേണ്ടി വരും. നിന്നെ ഞാൻ ഉപേക്ഷിക്കാൻ പോവാണെന്ന് തുറന്നു പറയും. അതോടെ എല്ലാം തീരും. എങ്കില് ഒരു നല്ല ഭാര്യയായിട്ട് നീ എന്നെ അനുസരിക്കേ. അല്ലാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും അപ്പു തയ്യാറല്ല. ആ, എന്ത് വേണമെന്ന് വേഗം തീരുമാനിക്കേ. അപ്പോട്ടിനെ ഞാൻ അനുസരിക്കാം. വേണുവിനെതിരെ മൊഴി കൊടുക്കാം. മായാദേവി, പെണ്ണെന്നും വെറും പെണ്ണ് തന്നെ മോളെ. മോനെ, ചായ കുടിക്കേ. എനിക്ക് പെട്ടെന്ന് പോണം, ധൃതിയുണ്ട്. ഇതാ ഇപ്പൊ തന്നെ എവിടെയും കൊണ്ട് ചെല്ലാൻ അച്ഛൻ 3-4 തവണ വിളിച്ചു. അമ്മയെ കണ്ട് വിഷമമൊക്കെ മാറിയല്ലോ. ഇനി സന്തോഷമായിട്ട് പോവാലോ. അമ്മേ, എങ്കിൽ ഞങ്ങൾ കണ്ടേ. ശരി മോനെ. മോളെ, ഇടയ്ക്കൊക്കെ വിളിക്കണേ. വിളിക്കാമേ. പോ. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഊഹാപോഹത്തിന്റെ പേരിൽ വല്ലവനും കെട്ടിച്ചമച്ചതായിരിക്കും. അങ്ങനെയാ എനിക്ക് തോന്നുന്നത്. അല്ല സാർ, ഈ വേണുവിന്റെ ഭാര്യയുടെ ബ്രദർ രാമകൃഷ്ണനാ ഈ കാര്യങ്ങൾ എന്നോടൊന്ന് പറഞ്ഞത്. സ്വന്തം അളിയനെതിരെയുള്ള തെളിവുകൾ അയാൾ വന്ന് നിങ്ങളോട് അറിയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നോ, ഇറ്റ്സ് ഇംപോസിബിൾ. സാർ, ദേവിജി തന്നെ വിശ്വസിക്കണം. എൻ്റെ മോൾക്ക് എന്ത് പറ്റിയെന്നറിയാൻ ഭഗവാൻ കൊണ്ടുവന്ന വഴിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാ മറ്റാരോടും പറയാതെ ഇക്കാര്യം സാറിനോട് നേരിട്ടൊന്ന് പറഞ്ഞത്. ആട്ടെ, ഊർമിളയെ വേണു അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് കണ്ടു എന്ന് പറയുന്ന സഹോദരി മായയുമായി വേണു ഇപ്പോ നല്ല ബന്ധത്തിലാണോ? അല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഊർമിളയുമായുള്ള ബന്ധത്തെ ചൊല്ലി വേണു അമ്മയും പെങ്ങളുമായൊക്കെയായി അകന്നു കഴിയാത്രേ. ഓക്കെ, താങ്ക്സ് ഫോർ യുവർ ഇൻഫർമേഷൻ. ഏതായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എൻ്റെ മോളെ
എങ്ങനെയെങ്കിലും കണ്ടെത്തി തരണം സാർ. ആ, വിഷമിക്കാതെ നീ. നിങ്ങളുടെ മകൾക്ക് ഒരു ആപത്തും സംഭവിക്കാതെ എവിടെയോ ഉണ്ടെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നേ. നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം. ചെല്ല്. വളരെ ഉപകാരം സാർ.